കൺസ്യൂമർ ഫെഡിലെ അഴിമതി സ്ഥിരീകരിച്ച ഡയറക്ടർ ബോർഡ് ഉപസമിതിയുടെ റിപ്പോർട്ട് 100 കോടി രൂപയുടെ അഴിമതി കൺസ്യൂമർ ഫെഡിൽ നടന്നുവെന്ന ആഭ്യന്തര അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളെ ശരിവെക്കുന്ന കണ്ടെത്തലാണ് സതീശൻ പാച്ചേനി അധ്യക്ഷനായ ഉപസമിതി നടത്തിയിരിക്കുന്നത്. ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുന്നു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ജി ദിനേശ് ലാലിന്റെ നേതൃത്വത്തിൽ നടന്ന ആഭ്യന്തര അന്വേഷണം സംബന്ധിച്ച് കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്ത സാഹചര്യത്തിലാണ് സതീശൻ പാച്ചേനി അധ്യക്ഷനായ ഉപസമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചത്. ആഭ്യന്തര അന്വേഷണ സംഘം തെളിവുകളോടെ കണ്ടെത്തിയ അഴിമതി സ്ഥിരീകരിക്കുന്നതാണ് ഉപസമിതിയുടെ റിപ്പോർട്ടും. കൊച്ചിയിലെ ഹെഡ് ഓഫീസിന് കീഴിൽ പ്രസിഡന്റ് ജോയ് തോമസിന്റെ നേതൃത്വത്തിൽ നടന്ന വൻ വെട്ടിപ്പ് ഉപസമിതി തുറന്നു കാണിക്കുന്നു. ജോയ് തോമസിന്റെ യാത്ര ഭക്ഷണ ചെലവിനത്തിൽ ധൂർത്ത് 1/2 കോടി രൂപയുടേതാണ്. 4 വർഷത്തിനിടെ 20 ലക്ഷം രൂപ ചെലവഴിച്ച ജോയ് തോമസ് നടത്തിയ വിമാനയാത്രകളിൽ പലതും ദുരൂഹമാണെന്ന കണ്ടെത്തലും ഉപസമിതി നടത്തിയിട്ടുണ്ട്. ഫെഡറേഷന് കീഴിലെ നീതി നന്മ, വിദേശ മദ്യം, IT വിഭാഗങ്ങൾ, തിരുവനന്തപുരം റീജിയണൽ ഓഫീസ്, തൃശൂർ, കൊല്ലം, പൂജപ്പുര നീതി വിതരണ കേന്ദ്രങ്ങൾ എന്നിവയിൽ നടന്ന അഴിമതിയുടെ കണക്കുകളും ഉപസമിതി അക്കമിട്ട് നിരത്തുന്നു. CITU നേതാവും നീതി വിതരണ കേന്ദ്രത്തിന്റെ ചീഫ് മാനേജറുമായിരുന്ന R ജയകുമാറിന്റെ കാലത്ത് നടന്നത് കോടികളുടെ വെട്ടിപ്പാണെന്ന് ഉപസമിതി കണ്ടെത്തി. 45 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് 5 വർഷത്തിനിടെ കൺസ്യൂമർ ഫെഡിൽ നടന്നത്. ഇതിൽ നീതി നന്മ സ്റ്റോറുകളുടെ നിർമ്മാണങ്ങളിൽ മാത്രം നടന്ന ക്രമക്കേട് 9 കോടി രൂപയുടേതാണ്. അഴിമതി നടത്തിയെന്ന് തെളിവുകളോടെ കണ്ടെത്തിയ 14 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും സർവീസിൽ തുടരുന്നവരെ സസ്പെൻഡ് ചെയ്യണമെന്നുമുള്ള ശുപാർശയോടെയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. ജി ദിനേശ് ലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ ശരിവെക്കുന്നതാണ് ഉപസമിതിയുടെ റിപ്പോർട്ട്. കൺസ്യൂമർ ഫെഡ് 1000 കോടി രൂപയുടെ ബാധ്യതയിലേക്ക് കൂപ്പുകുത്താനുള്ള കാരണം അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ഉപസമിതി അടിവരയിടുന്നു. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.